ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രസേനനെയും കൊണ്ട് കല്യാണിയും കിരണും അച്ചായനും കൂടി ഒരു പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പൊ ചന്ദ്രസേനന് ആകെ വലഞ്ഞിരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ചന്ദ്രസേനന് പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ആവശ്യത്തിന് വഴങ്ങി അവർ വേഗം അവരെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ കയറുകയും അവിടെ ഒരു പെണ്ണ് കുറെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേന മനസ്സിലായി ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങാണെന്നുള്ളത്. അങ്ങനെ ഒരു പെണ്ണ് കുറെ ചായ ആയിട്ട് അവിടേക്ക് വരികയാണ്. അങ്ങനെ ചന്ദ്രസേനന്റെ മുന്നിൽ ചായ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്രസേന ആകെ പെട്ടിട്ട് നേരെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ചായയൊക്കെ വാങ്ങി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം എന്തായാലും സത്യങ്ങളൊക്കെ കിരണിനോടും കല്യാണിയോടും എല്ലാവരോടും വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തനിക്കിനി രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും നേരെ വീട്ടിലേക്ക് പോവുകയാണ്. തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ എന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, താര നമ്മുടെ സരയുവിൻ്റെ അന്വേഷിച്ച് സരയുവിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ശാരിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ അകത്തുണ്ട്. രാഹുൽ ഇങ്ങനെ എത്തിച്ചു നോക്കി നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ഉമ്മറത്ത് തന്നെ ശാരിയും സരയും താരയോട് വഴക്കിടുകയാണ്. നീ കുറേ നാളായാലും എൻ്റെ മോള് നിന്റെ മകളാണ് എന്ന് പറഞ്ഞ് ഇവിടേക്ക് വരുന്നത്, ഇനി നീ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് താര ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശാരി. അത് കേട്ടുകൊണ്ട് കല്യാണിയും കിരൺ അവിടേക്ക് ഓടി എത്തുകയാണ്. അതേ സമയത്ത് കിരൺ ശാരിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം തോന്നുമെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ പോരെ, DNA ടെസ്റ്റ് നടത്തിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശാരി പറയുന്നുണ്ട്, ഞാൻ ഒരു ടെസ്റ്റും ചെയ്യില്ലടാ, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് എൻ്റെ തന്നെയാണെന്ന് എനിക്ക് ഒരു ടെസ്റ്റിലൂടെ അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ താരയെ ഒരുപാട് അപമാനിച്ച് വിടുന്നുണ്ട്. അതൊക്കെ തന്നെ രാഹുൽ അപ്പുറത്ത് നിന്ന് നോക്കി അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.